ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈസ്റ്റർ ദിവസം വൈകുന്നേരം ഒരു ഫാമിലി ഗ്യാതറിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇരിങ്ങാലക്കുടയിലാണത്. അപ്പോൾ ഇരിങ്ങാലക്കുടയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പഴയ നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, കസിൻസ് ഉണ്ട്. അപ്പോൾ മിന്നാൻറ്റി സോണിയൊക്കെ നമ്മളെ വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവരുടെ ഒരുമിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് മുഷിഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് വീണ്ടും യാത്ര തുടങ്ങി. നമ്മളൊരു 4:30 ആയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ. അപ്പോൾ വെയിൽ ചെറുതായിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ബ്ലോക്കിനേക്കാളും കൂടുതൽ റോഡ് പണിയായിരുന്നു കൈസ് ഉണ്ടായിരുന്നത്. എല്ലാ വഴിയിലും റോഡ് പണി ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടാപ്പിന് ഇതുപോലെ JCB കല്ലിഞ്ചിനതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം പതിയെ കുട്ടാപ്പ് കണ്ട് ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ച് ലാസ്റ്റ് ഇരിങ്ങാലക്കുടയിലേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആൻറ്റിയും അച്ഛനും അതുപോലെ അമ്മുമൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അമ്മു ഇതളിലൊക്കെ എടുത്ത് ആദ്യം കൈ പിടിച്ചു. എല്ലാവരുടെ കയ്യിലും ഇതുപോലെയുള്ള കുട്ടി ഭാണ്ഡക്കെട്ടുകളൊക്കെ ഉണ്ട്. പിള്ളേഴ്സിനെയും കൊണ്ട് പോകുന്നതായ കാരണം അവരുടേതായ എക്സ്ട്രാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം അല്ല, ഒരു രാത്രിക്കാണെങ്കിൽ പോലും ഇത്രയധികം സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ ജ്യൂസിൽ നിന്ന് തന്നെ തുടങ്ങി. അങ്ങനെ ജ്യൂസും കുടിച്ച് വട്ടയപ്പവും കഴിച്ച് നമ്മൾ വർത്താനം പറയാനായിട്ട് തുടങ്ങി. നടന്നും ഇരുന്നും നിന്നൊക്കെ നമ്മൾ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഹോളിൽ നിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് കിച്ചണിലേക്ക് പോയി. അങ്ങനെ ബാക്ക് കിച്ചണിലിരുന്ന് വർത്താനം പറയുമ്പോഴാണ് അമ്മ ഒരു കട്ട്ലേറ്റ് കൊണ്ടുവന്നത്. അമ്മ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് തണുത്തു പോയി, പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു. അമ്മുവിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ് പറഞ്ഞത്. നന്നായിരുന്നു. നമ്മുടെ കുട്ടാപ്പ് ഇവിടെ ഒരു ഉറക്കച്ചടവിലാണുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുട്ടാപ്പന് ഉച്ചയ്ക്ക് ഉറക്കം മസ്റ്റാണ്. അപ്പോൾ അവൻ ഇപ്പോൾ വെക്കേഷനായ കാരണം ടേക്ക് കെയറിലും ഉച്ചയ്ക്ക് ഉറങ്ങും. പിന്നെ ക്ലാസ്സിലുള്ള സമയത്താണെങ്കിൽ LKG സമയത്ത് ക്ലാസ്സിലവിടെ കുറച്ച് സമയം ഹാഫ് ആൻ അവറൊക്കെ ഉറക്കിയിരുന്നു. അങ്ങനെ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു റുട്ടീൻ ഇപ്പോഴും അങ്ങോട്ട് മാറി വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഉറക്കച്ചടവൊക്കെ ആയിരുന്നു. പിന്നെ അവൻ ഓക്കെയായി. ഇതൊന്ന് ഷെബിനാണ്, നാട്ടിലുള്ള നമ്മുടെ ഒരു ആംഗ്ല ചെറുക്കൻ. ബാക്കി 2-3 പേരൊക്കെ പുറത്താണ്. അങ്ങനെ നമ്മുടെ പിള്ളേഴ്സിനകത്തിരുന്ന് ബോറടിച്ചപ്പോൾ പിള്ളേരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഇരുന്ന് സൂചിയറാണ് കളിക്കുന്നത്. കുട്ടാപ്പന് ഇങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡേ കെയറിൽ നിന്ന് തന്നെ അവൻ ഇങ്ങനത്തെ കുറേ ഗെയിംസുകൾ അവിടെ കളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീട്ടിലേക്ക് വരിക അവൻ. അങ്ങനെ അന്നമ്മുമാണ് ഇവരുടെ ഈ സൂചിയർ കൺട്രോൾ ചെയ്ത് നടത്തുന്ന ആൾ. അങ്ങനെ അവർ അവരുടെ സൂചിയർ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുട്ടും ലൂക്കയും അതേപോലെ സംഗീതമൊക്കെ വന്നത്. ലൂക്കയ്ക്ക് ആൾത്തിരക്ക് മീൻസ് വണ്ടികളുടെ തിരക്കില്ലാത്ത ഇത്രയും നല്ല വഴിയും എല്ലാവരെയും കണ്ടപ്പോൾ എങ്ങോട്ടോ ഓടണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടാപ്പും ലൂക്കയും വന്നപ്പോൾ ഉള്ള ഒരു കെട്ടിപ്പിടുത്തം അതാണ് കാണേണ്ടത്. അപ്പോൾ കുട്ടാപ്പ് നമ്മുടെ ലൂക്കാനെയും പിടിച്ചിട്ട് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം, അത് അങ്ങനെ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൂക്കാനെയും കൊണ്ട് പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലൂക്ക ഇവാന ചേച്ചിയുടെയും കുട്ടാപ്പ് ചേട്ടൻ്റെയും കൂടെ സൂചിയർ കളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. പിന്നെ കുറച്ചൊന്ന് ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പിള്ളേഴ്സിനെ വേഗം അകത്ത് കയറ്റി. അങ്ങനത്തെ വർത്താനം പിന്നെ അകത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. കുട്ടു വന്നപ്പോൾ പിന്നെ കുട്ടു വർത്താനത്തിൻ്റെ ആശാത്തിയാണ്. നമ്മൾ കുറേയധികം കാര്യങ്ങൾ കുറേ സംസാരിച്ചിരിക്കും. അപ്പോൾ പുറത്തെ കളികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ലൂക്കയ്ക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ട് ജ്യൂസ് കുടിക്കുകയാണ് ലൂക്ക. അപ്പോൾ ലൂക്കനെ ഇതുപോലെ കുറേ നേരം മടിയിലിരുത്താനൊന്നും പറ്റില്ല. അവൻ ഇരിക്കില്ല, അവന് ഓടണം, കളിക്കണം, ചാടണം. അവൻ്റേതായ കളികളിൽ കുറേ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ കളിക്കും. പക്ഷെ നല്ല രസമാണ്. അവനെ കൊണ്ട് അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആൻറ്റി നമ്മൾക്ക് സ്പെഷ്യലായിട്ട് ബോട്ടി കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടി കറിയൊക്കെ ആൻറ്റിയുടെ ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ആ ഒരു സമയം കുട്ടാപ്പ് ചേട്ടനും എല്ലാവരും കളിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കുട്ടാപ്പുവിൻ്റെ കൂടെ കളിക്കും ലൂക്ക, പിന്നെ എൻ്റെ മടിയിൽ വന്നിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിള്ളേഴ്സ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിള്ളേരാണ് ഡാൻസും പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും അതിൻ്റെ ഇടയിൽ മൈൻഡൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഭക്ഷണം കഴിപ്പിക്കാമല്ലോ എന്നാണ് സോണി വിചാരിക്കുന്നത്. അങ്ങനെ കുട്ടാപ്പിൻ്റെ ലൂക്കയുടെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. പിന്നെ അവർക്കൊരു മോട്ടിവേഷൻ എന്ന പോലെ കുട്ടും ഷെബിനും അമ്മൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങി.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും ഇറങ്ങി. ഞാനില്ല കേട്ടോ, ഞാൻ വീഡിയോ പിടിക്കുകയാണ്. അങ്ങനെ സംഗീതമൊക്കെ നല്ല ഡാൻസായിരുന്നു. സംഗീതം ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന, അതായത് ഇത്രയും എന്താ പറയുക, നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കണ്ടിട്ട് ഞങ്ങൾ കുറേ ചിരിച്ചു. അപ്പോൾ സോണിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് ചിരിച്ചൊരു ദിവസമായിരുന്നു ഒക്കെ സോണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ അമ്മേനെയാണ്. കാരണം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അമ്മയ്ക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അമ്മ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പം മിനിയാൻ്റെ ഇത് പറയുകയും ചെയ്തു അമ്മ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന്. അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനൊക്കെ പിന്നെ അവിടെ നിന്ന് ഡാൻസുകൾ തന്നെയായിരുന്നു. അച്ഛൻ ഡാൻസ് കളിച്ചു, ആൻറ്റി കളിച്ചു. അങ്ങനെ ഡാൻസുകളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി, കുട്ടികൾക്ക് വിശപ്പായി. പിന്നെ അതേ സനുവൊക്കെ സൗദിയിൽ നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ നാട്ടിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നതാണ് ഗൈസ്. നമുക്ക് കുറച്ച് ഫങ്ഷൻസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർത്താനവും ഡാൻസുകളും പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്തത്, ചിക്കൻ, പിന്നെ ബോട്ടിക്കറി, അതേപോലെ ചില്ലി പോർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങി അങ്ങോട്ട് പുറത്തേക്ക് നടക്കാൻ പോകാമെന്നായി. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെയും തുടങ്ങി പാട്ട്. സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് കരാക്ക് വെച്ചിട്ട് ലിറിക്സ് പാടുക, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ നമ്മുടെ കൊച്ചു ആ ഒരു എന്താ പറയുക നൈറ്റ് ടൈം നമ്മൾ ഭയങ്കരമായിട്ട്